തെയ്യപ്പാറ കോളനിയിൽ ഇന്ന് കേട്ടുകേൾവിയില്ലാത്ത ആഘോഷം. മുൻപാരും വീട്ടിൽ കയറി പാർക്കാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഗൃഹപ്രവേശം ആഘോഷമാക്കിയതിനു പിന്നിൽ ഒരു കഥയുണ്ട്. നന്മ നിറഞ്ഞ മനസ്സുകളുടെ കഥ. തെയ്യപ്പാറ ആദിവാസി കോളനിയിലെ രാജനും കുടുംബത്തിനും സർക്കാർ വീട് പണിയാൻ പണ്ടേ ഫണ്ട് നൽകി. ഇങ്ങനെ പണം കൊടുത്ത വീടുകളിൽ പലതും പാതി വഴിയിലാണ് ഇന്നും. അപ്പോൾ മുൻ വാർഡംഗം ജെയ്സൺ ഇടപെട്ടു. എല്ലാവരെയും സഹകരിപ്പിച്ച് 5 വീടുകളുടെ നിർമ്മാണം ഏറ്റെടുത്തു. 4 എണ്ണം മുൻപേ തീർത്തു. ബാക്കി വന്ന രാജന്റെ വീട് പണിയാൻ കോടഞ്ചേരി പോലീസും സഹായിച്ചു. അങ്ങനെ സ്വപ്ന വീട് യാഥാർത്ഥ്യമായി. കൃത്യമായി പറഞ്ഞാൽ 45 ദിവസം കൊണ്ട് തന്നെ ഈ വീടിന്റെ മുഴുവൻ പണികളും പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് പൂർണ്ണമായിട്ടും അതിന്റെ ക്രെഡിറ്റ് നമ്മുടെ ജെയ്സനുള്ളതാണ്. വീട് പണി പൂർത്തിയായ സന്തോഷത്തിലാണ് മുമ്പില്ലാത്ത വിധം ഗൃഹപ്രവേശം നാട്ടുകാർ കെങ്കേമമാക്കിയത്. 300 പേർക്ക് ബിരിയാണി സദ്യ. ആദിവാസി മേഖലയിലെ വീടുകളുടെ നിർമ്മാണങ്ങളെല്ലാം വളരെ താമസിക്കുന്ന, ഇവിടെ ഇപ്പോൾ തൊട്ട് സമീപത്ത് തന്നെ 5-6 വർഷമായിട്ട് പൂർത്തീകരിക്കാതെ കിടക്കുന്ന വീടുകളുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നമ്മൾ ഈ നിർമ്മാണം സബ് ഇൻസ്പെക്ടർ ചിത്രരഞ്ജൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ കട്ടിളപ്പോടുകൂടി ആരംഭിക്കുകയും കറക്റ്റ് 45 ദിവസം കൊണ്ട് തന്നെ ഈ വീട് നമ്മൾ പൂർത്തീകരിച്ച് കേരളത്തിനൊരു ചരിത്രം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഈ ഒരു മുന്നേറ്റം മറ്റു ഭാഗങ്ങളിലും കാഴ്ചവെക്കാം എന്നുള്ളൊരു കയറിക്കൂടലാണെങ്കിൽ തന്നെ ഏകദേശം 300ഓളം ആളുകളെ വിളിച്ച് ചേർത്ത് വളരെ ഭംഗിയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 560 ചതുരശ്ര അടിയാണ് വീട്. 1.5 മാസം കൊണ്ട് നിർമ്മാണം. എല്ലാ പണിയും പൂർത്തിയാക്കി. 15,000 രൂപ തിരിച്ചേൽപ്പിച്ചു കരാറുകാരൻ. പന്തിഭോജനത്തിന്റെ സമരസന്ദേശം വീണ്ടും ഉയരേണ്ടുന്ന കാലമെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോഴാണ് തെയ്യപ്പാറ ആദിവാസി കോളനി ഗൃഹപ്രവേശന കൂട്ടായ്മയുടെ സ്നേഹം പ്രസരിപ്പിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.